ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ബയോളജി എങ്ങനെ പഠിക്കാം, ബയോളജിയെ പറ്റിയുള്ള സ്റ്റഡി ടിപ്സാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി മാത്സും ഇംഗ്ലീഷും ഇതേപോലെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനിയും ബയോളജിയാണ് കുറേ പേര് ചോദിക്കുന്നത്. നെക്സ്റ്റ് ഞാൻ ഫിസിക്സിൻ്റെ ഇടാം. ആൻഡ് എങ്ങനെ സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കാം എന്നുള്ളൊരു വീഡിയോയും ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളതാണെങ്കിൽ ചെക്ക് ചെയ്യുക. ഓക്കെ, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ബയോളജി എങ്ങനെ പഠിക്കാം എന്നുള്ള വീഡിയോ ആണ്. ഓക്കെ, ഈ വീഡിയോ എനിക്ക് യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയാൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, ബയോളജി ഞാൻ പഠിച്ചത് ബയോളജി ടെക്സ്റ്റ് വായിച്ചാണ്. ബയോളജി നമുക്ക് NCERT ടെക്സ്റ്റ് ബുക്കാണ് ഏറ്റവും കൂടുതൽ പഠിക്കാൻ നല്ലത് ബയോളജി. ബിക്കോസ് നമുക്ക് ബയോളജി ടെക്സ്റ്റിനകത്ത് ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രിൻ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത്യാവശ്യം നമ്മൾ ഫിസിക്സ് ഒക്കെ ആണെങ്കിൽ ഭയങ്കര കംപ്രസ്ഡ് ആയിട്ടാണ് പ്രിൻ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് കണ്ടാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ടെക്സ്റ്റ് തുറക്കാൻ തോന്നാത്ത വിധത്തിലുള്ള ഒരു ടെക്സ്റ്റാണ് ഫിസിക്സും കെമിസ്ട്രിയൊക്കെ. പക്ഷേ ബയോളജി അങ്ങനെയല്ല. ബയോളജി നമ്മൾ ഈസി ആയിട്ട് നമുക്ക് സിമ്പിളായിട്ട് നമ്മൾ വായിച്ചാൽ തന്നെ മനസ്സിലാവുന്ന രീതിയിലാണ് പ്രിൻ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ബയോളജി നിങ്ങൾ പഠിക്കേണ്ടത് എങ്ങനെയെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ടെക്സ്റ്റ് ആദ്യം നമ്മൾ ക്ലാസ് കാണുക. ഒരു 1 or 2 hour ക്ലാസ് കാണുക. വൺ ഷോട്ട് ക്ലാസ് കണ്ടിട്ട് നിങ്ങൾ ഒരു പെൻസിൽ എടുത്തിട്ട് ബയോളജി ടെക്സ്റ്റ് ബുക്കും എടുത്തിട്ട് നിങ്ങൾ ഓരോ ലൈനും റീഡ് ചെയ്ത് സ്വന്തമായിട്ട് അതിൻ്റെ അർത്ഥം പറയാം. അങ്ങനെ ബയോളജി ടെക്സ്റ്റ് റീഡ് ചെയ്ത് തന്നെ പഠിക്കണം. അല്ലെങ്കിൽ നമുക്ക് ചില പോയിൻറ്റ്സൊക്കെ മിസ്സാവാൻ ചാൻസ് ഉണ്ട്. ആൻഡ് ബയോളജി മാർക്ക് സ്കോർ ചെയ്യാൻ എളുപ്പം ബയോളജിയാണ്, ആൻഡ് മാർക്ക് കളയാൻ എളുപ്പവും ബയോളജിയാണ്. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം ബയോളജി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് വാരി വലിച്ചൊന്നും എഴുതണ്ട. നമുക്ക് ഒരു പോയിൻ്റ്, ഒരു പ്രത്യേക ടേം കാണും, ഒരു ആൻസർ. ആ ഒരു ടേം മാത്രം എഴുതിയാൽ മതി. ആൻഡ് ആ ടേം എഴുതിയില്ല എങ്കിൽ മാർക്ക് പോവുകയും ചെയ്യും. നമ്മൾ ബയോളജി എന്ത് ചെയ്യണം, ടെക്സ്റ്റ് വായിച്ച് തന്നെ പഠിക്കുക. ആൻഡ് നിങ്ങൾ ടെക്സ്റ്റ് വായിച്ചു, ഓക്കെ, നിങ്ങൾ സ്വന്തമായിട്ട് മീനിങ് പറഞ്ഞു. ആൻഡ് ഇപ്പോൾ ഓരോ ടേംസൊക്കെ ഉണ്ടല്ലോ, ടേംസൊക്കെ വരുമ്പോൾ നിങ്ങളത് കാണാതെ പഠിക്കുക, ബൈഹാർട്ട് ചെയ്യുക. ബൈഹാർട്ട് ചെയ്യേണ്ടത് നിങ്ങൾ ബൈഹാർട്ട് തന്നെ ചെയ്യണം. ആൻഡ് ഇതൊക്കെ നിങ്ങൾ പഠിച്ചോ എന്നെങ്ങനെ മനസ്സിലാക്കും? നമ്മൾ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, ബയോളജിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, ആൻഡ് ക്വസ്റ്റ്യൻസ് നോക്കുക, ആൻഡ് നമ്മൾ അതിന് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെയാണ് ബയോളജി നമ്മൾ പഠിക്കേണ്ടത്. ആദ്യം നമ്മൾ ഒരു 1 ഷോട്ട് ക്ലാസ് കാണുക, ആൻഡ് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുക. എല്ലാ ചാപ്റ്ററും വായിക്കണം. നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിന് 19 ചാപ്റ്റേഴ്സ് ഉണ്ട്. 19 ചാപ്റ്റേഴ്സും എക്സാമിന് ഇല്ലയെന്ന് തോന്നുന്നു. അങ്ങനെ എന്തോ ഇതുണ്ട്. നിങ്ങൾ ഉള്ള ചാപ്റ്റേഴ്സൊക്കെ വെയിറ്റേജ് അനുസരിച്ച് പഠിക്കുക. ഇനിയുള്ള ദിവസങ്ങളിൽ വെയിറ്റേജ് അനുസരിച്ച് പഠിക്കുക. ബോട്ടണിയൊക്കെ ഫോട്ടോസിന്തസിസ് ഇൻ ഹയർ പ്ലാന്റ്സ്, റെസ്പിറേഷൻ ഒക്കെ നമ്മൾ നല്ലപോലെ വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സാണ്. ആൻഡ് സുവോളജിയിൽ ഏറ്റവും വെയിറ്റേജ് കൂടിയ ചാപ്റ്റർ ആനിമൽ കിങ്ഡം ആണ്. ആൻഡ് ആനിമൽ കിങ്ഡം എന്ന് പറഞ്ഞാൽ ആക്ച്വലി അതൊരു സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ്. നമ്മളത് കോൺസ്റ്റൻ്റ് ആയിട്ട് റിവൈസ് ചെയ്താൽ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ടുള്ള ചാപ്റ്റർ ഈസ് ആനിമൽ കിങ്ഡം. അതിൽ ചില ടേംസ് ഉണ്ട്, സീലൻഡ്രേറ്റ്, പിന്നെ നിഡേറിയൻസ്, അതൊക്കെ നമ്മൾ ചില ടേംസൊക്കെ ഉണ്ട്. ആ ടേംസൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്തില്ലെങ്കിൽ നമ്മൾ മറന്നു പോകും. ബയോളജി ഈസ് സിമ്പിൾ. ആദ്യം നമ്മളിതുപോലെ ഒരു 1 ഷോട്ട് ക്ലാസ് കാണുക, ആൻഡ് നമ്മൾ ആ ചാപ്റ്ററിൻ്റെ ബേസ് സെറ്റാക്കുക. ആ ചാപ്റ്ററിനകത്ത് എന്താണ് പറയുന്നത് നമുക്കൊരു ഐഡിയ അപ്പോൾ വരും ക്ലാസ് കണ്ടാൽ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ടെക്സ്റ്റ് ബുക്ക് വായിക്കുക. ഒരു പെൻസിൽ എടുത്തിട്ട് ടെക്സ്റ്റ് ബുക്കിൽ അണ്ടർലൈൻ ചെയ്ത് വായിക്കാൻ. ഒന്നെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാത്രം അണ്ടർലൈൻ ചെയ്യുക, അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹൈലൈറ്റ് ചെയ്യുക. ഞാൻ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ ടെക്സ്റ്റ് വായിക്കുന്ന സമയത്ത് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസൊക്കെ ഉണ്ടല്ലോ, ആ ടേംസൊക്കെ ഞാൻ ടെക്സ്റ്റിൻ്റെ സൈഡിൽ എഴുതിയിടും. ഇപ്പോൾ നമ്മളതിൽ വലിയ പാരഗ്രാഫിനിടയിലാണ് ചില തിയറിയൊക്കെ കിടക്കുക. തിയറി എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ടേം തന്നിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ കിടക്കുക. അപ്പോൾ ആ എക്സ്പ്ലനേഷൻ ഞാൻ ഇങ്ങനെ ഒരു സൈഡ് ബ്രാക്കറ്റ് ഇട്ടിട്ട് ആ ടെക്സ്റ്റിൻ്റെ സൈഡിൽ ആ എക്സ്പ്ലനേഷൻ എന്തിനെ പറ്റിയുള്ളതാണ്. ആൻഡ് നമ്മൾക്കിപ്പോൾ പറ്റുന്ന രീതിയിൽ നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കി പഠിക്കാൻ, ക്വസ്റ്റ്യൻ നമ്മുടെ ടെക്സ്റ്റിൻ്റെ സൈഡിൽ എഴുതിയിടുക. അങ്ങനെ പഠിച്ചാൽ നല്ല യൂസ്ഫുൾ ആയിരിക്കും. ആൻഡ് ഇനി എക്സ്പാൻഡ് ചെയ്യാനുള്ള വേർഡ്സൊക്കെ നമ്മൾ ടെക്സ്റ്റിൻ്റെ സൈഡിൽ ഇങ്ങനെ എഴുതിയിടുക. അപ്പോൾ നമ്മൾ എക്സാം ടൈമിൽ നമ്മൾ ഈ പാരഗ്രാഫ് ഫുൾ വായിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ സൈഡിൽ എഴുതിയിട്ട പോയിൻറ്റ്സ് നമ്മൾ എന്ത് ചെയ്താൽ മതി, വായിച്ചാൽ മതി. ടെക്സ്റ്റ് നല്ലപോലെ വായിക്കുക. ആൻഡ് അതിനുശേഷം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് ലാസ്റ്റ് പേജിൽ, ഒരു ചാപ്റ്റർ തീരുമ്പോൾ ലാസ്റ്റ് പേജിൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ ക്വസ്റ്റ്യൻ നിങ്ങൾ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞ ശേഷം ചെയ്യാൻ പറ്റുന്നുണ്ടോയെന്ന്, ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക.
ആൻഡ് അതിനുശേഷം നമ്മൾ ചാപ്റ്റർ നമുക്ക് ഫുള്ളായിട്ട് അറിയാമെന്ന് എങ്ങനെ മനസ്സിലാക്കും എന്ന് ചോദിച്ചാൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക, ആൻസർ കീ എടുത്ത് ആൻസർ കറക്റ്റാണോ നോക്കുക. അങ്ങനെയാണ് ബയോളജി ഞാൻ പഠിച്ചത്. എനിക്ക് ബയോളജിക്ക് +1 80 77 ഉണ്ടായിരുന്നു. 80 77, അതായത് 60 57 മാർക്സാണ് ഉണ്ടായിരുന്നത്. ആൻഡ് എനിക്ക് മാർക്ക് പോയത്, ഞാൻ പേപ്പർ എടുത്തില്ല, ഞാൻ +1 പേപ്പർ എടുത്തില്ല. മാർക്ക് പോയത് എനിക്ക് ബോട്ടണിക്കാണ്. ഞാൻ വീട്ടിൽ പരീക്ഷ കഴിഞ്ഞ് അന്ന് തന്നെ വന്ന് ഞാൻ പേപ്പർ നോക്കിയില്ല. ഞാൻ പരീക്ഷ എല്ലാം കഴിഞ്ഞിട്ടാണ് പേപ്പർ നോക്കിയത്. കാരണം പരീക്ഷ കഴിഞ്ഞ് അപ്പം തന്നെ ഞാൻ പേപ്പർ നോക്കി അടുത്ത പരീക്ഷയ്ക്ക് ഞാൻ പഠിക്കില്ല. ലൈക്ക് അപ്പം തന്നെ നോക്കി ഇതിൽ ഇത്രയൊക്കെ തെറ്റ് ഞാൻ വരുത്തി എന്ന് പറഞ്ഞാൽ അടുത്ത പരീക്ഷയ്ക്ക് പഠിക്കാനുള്ള എൻ്റെ ഫുൾ മോട്ടിവേഷൻ പോകും. സോ ഞാൻ പരീക്ഷ കഴിഞ്ഞ് നോക്കിയില്ല. അത് കഴിഞ്ഞ് ഞാൻ നോക്കിയിരുന്നപ്പോഴും എനിക്ക് ഏകദേശം ഈ മാർക്ക് തന്നെയാണ് കിട്ടിയത്. സോ പിന്നെ ഞാൻ റിവാലുവേഷന് കൊടുത്തില്ല. സോ നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് എല്ലാ ചാപ്റ്ററും കവർ ചെയ്ത് പഠിക്കുക. ഒരു ചാപ്റ്റർ നിങ്ങൾ വിടാൻ പാടില്ല. ഓക്കെ, വിടുകയാണെങ്കിൽ തന്നെ ഏറ്റവും വെയിറ്റേജ് കുറഞ്ഞ ചാപ്റ്റേഴ്സൊക്കെ ഉണ്ടല്ലോ, 1 മാർക്ക് 2 മാർക്ക് അങ്ങനെയുള്ള ചാപ്റ്റേഴ്സ് വിടുക. ആൻഡ് അതിലെ അങ്ങനെ വിടുക എന്ന് വെച്ചാൽ നിങ്ങൾ ഒന്നും നോക്കാതെ പോകരുത്. അങ്ങനെ വെയിറ്റേജ് കുറഞ്ഞ ചാപ്റ്ററിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എങ്കിലും നോക്കണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായി അങ്ങനെ വരാൻ സാധ്യത. സോ അങ്ങനെയാണ് ബയോളജി ഞാൻ പഠിച്ചത്. തന്നെ എനിക്ക് ഈ ടിപ്സ് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി എന്തെങ്കിലും വീഡിയോസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഫിസിക്സിൻ്റെ വീഡിയോ ഞാൻ ഉടനെ തന്നെ അടുത്ത ദിവസം ഇടുന്നതായിരിക്കും. ആൻഡ് നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പം എന്തെങ്കിലും റെക്കമെൻഡേഷൻസ് ഓർ എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്.